Good evening students. Welcome to a lecture series of Electrostatics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗോസസ് ലോ ആണ് ഡിറൈവ് ചെയ്തത്. ഗോസസ് ലോ ഡിറൈവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമും കൂടിയും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോസസ് ലോ സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്, വിച്ച് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം. And we from the integral form we derived differential form of Gauss's law, by applying applying the Gauss's divergence theorem. Gauss's divergence theorem ആണ് ഉപയോഗിച്ചത്. അതിൽ നിന്ന് നമ്മൾ Gauss's divergence theorem ഉപയോഗിച്ച് ഇതിനെ വോളിയം ഇൻ്റഗ്രലാക്കി ഡൽ ഡോട്ട് ഇ ഡി ടൗ ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടൗ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഡൽ ഡോട്ട് വെക്റ്റർ ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള ഡിഫറൻഷ്യൽ ഫോം ഡിറൈവ് ചെയ്തു. സോ വി ഹാവ് ഡിറൈവ്ഡ് ദ ഡിഫറൻഷ്യൽ ഫോം ഫ്രം ദ ഇൻ്റഗ്രൽ ഫോം. ഇൻ്റഗ്രൽ ഫോമിൽ നിന്നാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിൽ ക്ലിയർ ആയി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കുളുംസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവർജൻസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. സോ for this, you consider a volume charge distribution. ഒരു ഫിഗർ ഇമാജിൻ ചെയ്യാം. ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു വോളിയം ഉണ്ട്. ആ വോളിയം ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട്. ഇവിടെ നമ്മളൊരു സ്മോൾ ഡിഫറൻഷ്യൽ വോളിയം എലമെന്റ് ഡി ടോ പ്രൈം ഇമാജിൻ ചെയ്യാണ്. ഈ ഡിഫറൻഷ്യൽ വോളിയം എലമെന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മളുടെ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ, നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഡെൽ ഡോട്ട് ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിൽ, പോയിന്റ് പിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയാണ് നമ്മളുടെ സോഴ്സ് ചാർജ് ഉള്ളത്. സോഴ്സ് ചാർജ് വോളിയം സോഴ്സ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്തു. ആ റീജിയനിലെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരത്തിനെ ഞാൻ വെക്റ്റർ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ ഒറിജിൻ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തു എന്ന് വിചാരിച്ചോ. നമ്മളുടെ പ്രോബ്ലത്തിൽ ഇവിടെ നിന്ന് ഈ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ വോളിയം എലമെന്റിലേക്ക് വെക്റ്റർ ആർ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതാണ് പൊസിഷൻ വെക്റ്റർ. ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്റ്ററിനെ വെക്റ്റർ ആർ എന്നും റെപ്രസെന്റ് ചെയ്യാം. സോ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ. ഓക്കെ, അതായത് ആർ പ്രൈം പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ആർ. സോ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് ആർ പ്രൈം. നമ്മൾ പണ്ടേ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്ത്, യു കൺസിഡർ എ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിഡർ എ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ and consider a volume element, differential volume element d tau prime. ഈ പോയിന്റിലെ ഈ റീജിയനിലെ ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി ഞാൻ റോ ഓഫ് ആർ പ്രൈം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റ് റോ ഓഫ് വെക്റ്റർ ആർ പ്രൈം represents
volume charge density at r prime, at vector r prime. Vector r prime എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഈ വോള്യം ഡിഫറൻഷ്യൽ വോള്യം എലമെന്റിലെ വോള്യം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഓഫ് വെക്ടർ ആർ പ്രൈം ആണെന്ന് വിചാരിക്കാം. സോ ദെൻ what is the total charge? What is the charge on d-tau prime? d-tau prime എന്ന് പറയുന്ന ഈ വോള്യം എലമെന്റിലെ ഡിഫറൻഷ്യൽ വോള്യം എലമെന്റിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് അതിന് ഡി ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഡി ക്യൂ ഇസ് ഈക്വൽ ടു റോ ഓഫ് വെക്ടർ ആർ പ്രൈം ഇൻറ്റു ഡി ടൗ പ്രൈം. അതായത് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോള്യം, ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോള്യം, അതാണ് ടോട്ടൽ ചാർജ്. അപ്പോൾ ഡി ടോ പ്രൈമിലെ ചാർജ് എന്ന് പറയുന്നത് റോ ഓഫ് ആർ പ്രൈം ഡി ടോ പ്രൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡി ടോ പ്രൈം എന്ന് പറയുന്ന വോള്യം എലമെന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കുളൂംസ് ലോ പ്രകാരം എഴുതാം. സോ ഫ്രം കുളൂംസ് ലോ, Coulomb's law, electric field at P due to this dq, ഈ dq എന്ന് പറഞ്ഞാൽ അതായത് ഈ d-tau പ്രൈം കൊണ്ട് ഉണ്ടാവുന്ന ഇത്. അപ്പോൾ അതിന് നമുക്ക് d എന്ന് എഴുതാം. d ഈസ് ഈക്വൽ ടു 1/4πε0 dq ബൈ r സ്ക്വയർ into unit vector r cap. Okay, you can write this as equation number 1. This is equation number 2. Okay, so what is the total electric field? ഈ മൊത്തം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നമ്മളിപ്പോൾ ഒരു കഷ്ണത്തിൻ്റെയാണ്, ഒരു വോള്യം എലമെന്റിൻ്റെയാണ് കണ്ടുപിടിച്ചത്. So what is the total electric field due to this volume charge distribution? Total electric field at P due to the whole volume charge distribution എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒരു ഡിഫറൻഷ്യൽ വോള്യം എലമെന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ, അപ്പോൾ നമുക്ക് ഇ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എന്ന് എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ 1/4πε0 dq by r square into r cap. Okay, so vector E is equal to 1/4πε0 volume integral rho of vector r prime by r square into d tau prime into unit vector r. So this is the expression for electric field. കാരണം ഡി ക്യൂ എന്ന് പറയുന്നത് റോ ഓഫ് ആർ പ്രൈം ഇൻറ്റു ഡി ടോ പ്രൈം ആണ്. നമുക്ക് അതിനെ കുറച്ചും കൂടിയും കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ 1/4πε0 വോള്യം ഇൻ്റഗ്രൽ റോ ഓഫ് വെക്റ്റർ ആർ പ്രൈം ബൈ rho of vector r prime into unit vector r by r square into d tau prime. ഇങ്ങനെ യൂണിറ്റ് വെക്റ്റർ r by r square എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെക്റ്റർ r by r cube എന്ന് എഴുതാം. അതായത് വെക്റ്റർ r minus r prime is equal to modulus vector r minus r prime the whole cube. ഇതാണ് സംഭവം. പക്ഷേ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ സ്യൂട്ടബിൾ അപ്ലിക്കേഷൻ പ്രകാരം നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പും കൂടി എഴുതട്ടെ. നമുക്ക് ഇ കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കിട്ടി.
Then let us now find out del dot vector E. E കണ്ടുപിടിച്ചാൽ del dot E കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. Del dot vector E is equal to 1 by 4 pi epsilon naught volume integral rho of vector r prime into del dot unit vector r by r square into d tau prime. Del എന്ന് പറയുന്ന ഓപ്പറേറ്റർ നിങ്ങൾക്കറിയാം, I cap dou by dou x plus j cap dou by dou z, sorry dou y plus k cap dou by dou z. It is a function of r. അതുകൊണ്ടാണ് ഈ സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ റോ ഓഫ് ആർ പ്രൈം. പക്ഷേ ഈ യൂണിറ്റ് വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ആർ പ്രൈം. അതുകൊണ്ടാണ് ഈ ഡെൽ ഡോട്ട് ഇതിനെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ പുറത്ത് മാറ്റി വെച്ചിട്ട് ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ പ്രൈം എന്ന് എഴുതിയാണ്. സോ ഡെൽ ഡോട്ട് ഇ ഈസ് ദിസ് വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഡെൽ ഡോട്ട് ഇ കിട്ടിയിട്ടുണ്ട്. ബട്ട് വി നോ വൺ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഫ്രം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 pi delta cube of vector r. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. You can substitute this relation in equation number 4. So substituting in equation number 4, del dot vector E can be written as 1 by 4 pi epsilon naught volume integral rho of vector r prime 4 pi delta cube of u vector r into d tau prime. അപ്പോൾ അതിനെ ഒന്ന് rearrange ചെയ്താൽ that will be equal to 1 by 4 pi epsilon naught volume integral rho of vector r prime. ഈ 4 പൈയും 4 പൈയും പുറത്തേക്ക് വന്നു, 1 by epsilon naught ആയി. Then delta cube of vector r minus vector r prime into d tau prime. പക്ഷേ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിൽ നിന്ന് നമുക്കൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോളിയം ഇൻറ്റഗ്രൽ എഫ് ഓഫ് വെക്റ്റർ ആർ പ്രൈം ഡെൽറ്റ ക്യൂബ് ഓഫ് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം ഡി ടോ പ്രൈം ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് ആർ. സോ ഇൻ എ സിമിലർ ഫാഷൻ del dot vector E is equal to 1 by epsilon naught. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ ഓഫ് വെക്റ്റർ ആർ. ഡെൽ ഡോട്ട് വെക്റ്റർ ഇ എവിടത്തെ പൊസിഷനാണ്? ഇ ഓഫ് വെക്റ്റർ ആർ ആണ്. കാരണം നമ്മൾ ആ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വോളിയം എലമെന്റ് ഡി ടോ പ്രൈം, പ്രൈംഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് സോഴ്സ് കോർഡിനേറ്റ് നെയിം, പൊസിഷൻ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് ആണ്, വെക്റ്റർ ആർ ആണ്. അപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന വോളിയം ചാർജ് ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സോ ഡെൽ ഡോട്ട് വെക്റ്റർ ഇ ഓഫ് ആർ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, റോ ഓഫ് ആർ. അപ്പോൾ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ പോയിന്റിലെ ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് divergence of electric field at a particular point E of R is equal to rho of R by epsilon 0. This is the divergence of electric field. So we have simply derived the divergence of electric field from Gauss's law. From Coulomb's law. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റഗ്രൽ ഫോം വളരെ ലളിതമായിട്ട് എഴുതാം. ഇന്റഗ്രൽ ഫോം എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്റഗ്രൽ ഫോം എഴുതാൻ രണ്ട് സൈഡിലും വോളിയം ഇൻറ്റഗ്രൽ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഡെൽ ഡോട്ട് വെക്റ്റർ ഇ ഓഫ് വെക്റ്റർ ആർ ഇൻറ്റു ഡി ടോ ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ റോ ഓഫ് ആർ ഡി ടോ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. സോ
ഇതിനെ നമ്മൾ ഗോസസ് ഡൈവർജൻസ് തിയറം കൊടുക്കുമ്പോൾ സർഫസ് ഇൻറ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് ഡി എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/epsilon naught വോളിയം ഇൻറ്റഗ്രൽ റോ ഡി ടോ, that is q enclosed by total charge enclosed by the Gaussian surface q enclosed closed surface integral E dot dA is equal to q enclosed by epsilon 0. Thus we have derived Gauss's law from Coulomb's law. Gauss's law ന്റെ ഡിഫറൻഷ്യൽ ഫോമും അതിൽ നിന്ന് ഇൻ്റഗ്രൽ ഫോമും Coulomb's law ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം സിമ്പിൾ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. Applications of Gauss's law. ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. കൺസിഡർ എ പോയിന്റ് ചാർജ് Q. ഇവിടെ ഒരു പോയിന്റ് P ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് ചാർജിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്പെറിക്കലി സിമെട്രിക് ആണ്. സ്പെറിക്കലി സിമെട്രിക് ആണ്, റേഡിയലി ഔട്ട്വേർഡ് ആണ്. നമ്മളൊരു പോയിന്റ് ചാർജ് Q വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സോ ഇറ്റ് സ്പെറിക്കലി സിമെട്രിക് ആണെന്ന് നമുക്കറിയാം. സോ in order to find the electric field at point P, in order to find the electric field at point P, നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സിമെട്രി സ്പെറിക്കലി സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് P കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യും. നിശ്ചയമായും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്പെറിക്കലി സിമെട്രിക് ആയ കാരണം ഒരു ഗോസിയൻ സ്പിയർ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. So we can imagine a Gaussian sphere passing through that point P. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്യാം. ആ ഗോസിയൻ സ്പിയറിൻ്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. സോ ഇഫ് യു കൺസിഡർ എ ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് dA will be also in this direction. So from figure we can write from Gauss's law we can write closed surface integral vector E dot dA is equal to Q enclosed by epsilon 0. ഈ ഗോസിയൻ സ്പിയറിൻ്റെ ഉള്ളിലുള്ള എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറയുന്നത് പോയിന്റ് ചാർജ് Q മാത്രമേ ഉള്ളൂ. സോ Q by epsilon 0 എന്ന് എഴുതാം. ഇവിടെ ഇയും ഡി എയും പാരലൽ ആണ്. സോ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എ ഇൻറ്റു കോസ് 0. Okay, so that will be equal to E into dA. So closed surface integral E into dA is equal to Q by epsilon 0. Clear ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. if you can take electric field outside integral dA എന്ന് എഴുതാം is equal to Q by epsilon 0 എന്ന് എഴുതാം. ഗോസിയൻ സ്പിയർ ആയ കാരണം അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4πr² വരും സർഫസ് ഏരിയ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q by epsilon 0. നമ്മൾ +2 തലത്തിൽ തന്നെ നമ്മൾ ഇത്തരം ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അവിടെ ആ ഇൻ്റഗ്രൽ ഫോം, അതായത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് അത്ര കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല, പല ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. സോ ഇ ഇൻറ്റു 4πr² is equal to Q/ε0. So E is equal to 1/4πε0 Q/r² എന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് സിമെട്രി പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയ കാരണം ആർ ക്യാപ്പ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ 1/4πε0 Q/r² into r cap. So this is the electric field due to a point charge. So വളരെ സിമ്പിളായിട്ട് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ വെരി സിമ്പിൾ എക്സാമ്പിൾ. Electric field due to a uniformly charged solid sphere of radius r and charge density rho. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന പോകുന്ന എക്സാമ്പിൾ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, യു കൺസിഡർ എ സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R and the charge density is rho. It's a uniformly charged sphere, so total charge on the sphere is, അതായത് ചാർജ് എന്ന് പറയുന്നത് ഈ വോള്യത്തിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സർഫസിൽ മാത്രമല്ല വോള്യത്തിൽ. റിജിഡ് സ്പിയർ എന്നുള്ള സോളിഡ് സ്പിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചാർജ് ഈ സ്പിയറിൻ്റെ ഉള്ളിൽ മുഴുവനുണ്ട്. സോ ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു 4/3 capital R³ into rho, volume charge density. So Q is equal to, നമുക്ക് ഇങ്ങനെ എഴുതാം, 4/3 capital R³ rho. ഇതാണ് ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് എവിടെയൊക്കെ കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സ്പിയർ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കണം, സർഫസിൽ സ്പിയറിന്റെ സർഫസിൽ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കണം, ഇൻസൈഡ് എങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സർഫസിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ഇൻസൈഡ് ദ സ്പിയർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഔട്ട്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ബിഹേവിയർ വളരെ കൃത്യമായിട്ട് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ വരെ നമുക്ക് എത്തിക്കണം. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 3 കേസുകളായിട്ട് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. കേസ് 1, outside the sphere, point outside the sphere, point outside the sphere. So again you consider a solid sphere of radius r. ഇവിടെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുക. ഇവിടേക്കുള്ള ദൂരം സ്മോൾ r എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എഴുതാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ എന്താ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് മുഴുവൻ വോള്യത്തിന് മുഴുവൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ again it will satisfy a spherically symmetric situation. Electric field is spherically symmetric. Electric field is again
spherically symmetric. So we can, in order to find the electric field at point P, we can imagine, in order to find electric field at point P, imagine a Gaussian sphere of radius r, radius small r, passing through that point P. Passing through that point P. Point P. Okay. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ഗോസിയൻ സ്പിയർ വരയ്ക്കാം. ഇതാണ് ഗോസിയൻ സ്പിയർ ഓഫ് റേഡിയസ് സ്മോൾ ആർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ സ്പെറിക്കലി സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു ഏരിയ എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഡി എയും ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഏരിയ എലമെന്റിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റേഡിയലി ഔട്ട്വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഫ്രം ഗോസസ് ലോ യു ക്യാൻ റൈറ്റ് from Gauss's law, surface integral E dot dA is equal to Q enclosed by epsilon 0. Okay. So, E into 4 pi small r square എന്ന് വരും. കാരണം എന്താ, ഈ ഗോസിയൻ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 pi small r square ആണ്. ഇയും ഡി എയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡി എ കോസ് 0 എന്ന് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇ ഇൻറ്റു 4 pi r square എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സ്പിയറിന്റെ ഉള്ളിലത്തെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സ്പിയറിന്റെ ഉള്ളിൽ ഈ സ്പിയറിലുള്ള ഈ നമ്മളുടെ ആക്ച്വൽ സ്പിയറിലുള്ള ചാർജസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഗോസിയൻ സ്പിയറിന്റെ ഉള്ളിലും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം. Q by epsilon 0. Q പകരം 4/3 pi capital R cube rho by epsilon 0 എന്ന് കൊടുക്കാം. So E into 4 pi r square is equal to 4/3 pi r cube rho. Qന്റെ ഫോമിലാണ് എഴുതുന്നതെന്ന് വെച്ചാൽ E is equal to 1/4 pi epsilon naught Q by small r square എന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മൾ ഇവിടെ ഒരു ടോട്ടൽ ചാർജ് ക്യൂ ഉള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്തു. അതിന് ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഔട്ട്സൈഡ്, ആ സ്പിയറിന് ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിലേക്ക് 6 ദൂരത്തിലുള്ള, സെൻട്രൽ നിന്ന് 6 ദൂരത്തിലുള്ള ഒരു പോയിന്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ സ്പിയറിന് പകരം നിങ്ങൾ അതേ ചാർജുള്ള, സ്പിയറിന്റെ മൊത്തം ചാർജിന് തത്തുല്യമായിട്ടുള്ള അതേ ചാർജുള്ള ഒരു പോയിന്റ് ചാർജ് ഈ സെന്ററിൽ വെച്ചാൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും സെയിം ആണ്. ഇതൊരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്പിയറിന്റെ ഇലക്ട്രിക് ഫീൽഡും എന്താ പറയുക, ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും ഔട്ട്സൈഡ് ഒരുപോലെ തന്നെ വന്നു. ഇനി റോന്റെ രൂപത്തിൽ ഇത് എഴുതുകയാണെങ്കിൽ ഈ 4 പൈയും വെട്ടിപ്പോയി. സോ E is equal to r cube rho by 3 epsilon naught r square എന്ന് എഴുതാം. സോ വെക്റ്റർ ഈ ഫോം ആകുമ്പോൾ r cap എന്നുള്ള രൂപത്തിൽ എഴുതാം. r cube rho by 3 epsilon naught r square into r cap. This is the expression for electric field outside the sphere. Okay. ഇനി ഇൻസൈഡ് ദ സ്പിയർ എങ്ങനെ വരുന്നു? അതേപോലെ തന്നെ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻസൈഡ് ദ സ്പിയർ വളരെ ലളിതമാണ്. ഇൻസൈഡ് ദ സ്പിയർ ആവുമ്പോൾ കേസ് 2
കേസ് 2 ഇൻസൈഡ് അല്ല, ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. നമുക്ക് ആദ്യം സർഫസിൽ പറയാം. ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. നമുക്ക് ഔട്ട്സൈഡ് കിട്ടിയത് എത്രയാണ്? ഔട്ട്സൈഡ് കിട്ടിയത് ഇ എന്ന് പറയുന്നത് ഒന്നുകിൽ 1/4πε0 സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്, അല്ലെങ്കിൽ ആർ ക്യൂബ് റോ ബൈ 3ε0 ആർ സ്ക്വയർ ആർ ക്യാപ് നേടാം. സർഫസിലാവുമ്പോൾ പുട്ട് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ സ്പിയർ ഇങ്ങനെ ഈ പോയിന്റിലെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതാണ് സ്മോൾ ആർ. അപ്പോൾ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്താൽ മതി. So you put small r is equal to capital R. So E will be equal to 1/4πε0 q by capital R square into r cap, and also it can be written as r cube rho by 3ε0 r square into r cap. That can be written as r rho divided by 3ε0 into r cap in an electric field. Okay. So രണ്ട് കാര്യങ്ങളും നമുക്ക് എഴുതാം. ഔട്ട്സൈഡും ഇൻസൈഡ് ഓൺ ദ സർഫസ് എഴുതി. ദെൻ നമ്മൾ മൂന്നാമത്തെ കേസ് ഇൻസൈഡ് ദ സ്പിയർ. കേസ് 3 inside the sphere. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സ്പിയർ ഇതാണ്. സ്പിയർ ഇതാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. So inside the sphere, ഇതാണ് ക്യാപിറ്റൽ ആർ റേഡിയസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് പി, ഇവിടുന്ന് സ്മോൾ ആർ ദൂരത്തിലാണെന്ന് വിചാരിക്കും. യു ഇമാജിൻ എ ഗോസിയൻ സ്പിയർ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് പി. ഇതാണ് പോയിന്റ് പി. ഓക്കെ. സോ in order to find electric field at point P, imagine a Gaussian sphere of radius r passing through that point P. Passing through that point. Okay. So ഈ ഗോസിയൻ സ്പിയറിലെ ചാർജ് എത്ര ഉണ്ടാവും? ഈ ഗോസിയൻ സ്പിയറിലെ ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും ടോട്ടൽ ചാർജ് ഉണ്ടാവില്ല. കാരണം എന്താ? ടോട്ടൽ ചാർജും ഗോസിയൻ സ്പിയറിലെ ചാർജും വ്യത്യാസമുണ്ട്. ഗോസസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0 എന്ന് എഴുതാം. അപ്പോൾ ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡും ഡി എ എലമെൻറ്റും രണ്ടും എന്താ പറയുക, സെയിം ആംഗിൾ തന്നെ വരും. കോസ് 0 വരും. ഈ ഡി എ കോസ് 0 വരും. സോ ഇ ഇൻറ്റു ഡി എന്ന് വരും. ഈ ഇൻ്റഗ്രൽ ഡി എന്ന് വരും. ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ എന്ന് എഴുതാം. LHS ഓക്കെ. RHSൽ ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0 ആണ്. ഈ ക്യൂ എൻക്ലോസ്ഡ് എത്രയാണ്? ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സ്പിയറിലെ ചാർജാണ്. ഇറ്റ് ഈസ് നോട്ട് ക്യൂ. കാരണം ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പിയറിൻ്റെ ചാർജാണ്. അപ്പോൾ റോ ആണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഫോർ ദ ഗോസിയൻ സ്പിയർ
the charge enclosed Q enclosed is equal to 4 by 3 pi small r cube into rho എന്ന് എഴുതാം. സോ Q enclosed is equal to 4 by 3 pi r cube rho എന്ന് എഴുതാം. അപ്പോൾ അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? E into 4 pi small r square is equal to 4 by 3 pi small r cube rho by epsilon 0 എന്ന് വരും. ഈ 4 പൈയും ഈ 4 പൈയും വെട്ടിപ്പോയി. E is equal to r rho by 3 epsilon naught. r square r cube വെട്ടിപ്പോൾ r rho divided by 3 epsilon naught r cap. ഇപ്പം ഇവിടെ എന്തായി? ഈ റീജിയനിൽ ഇപ്പം നമ്മൾ 3 കേസ് ചെയ്തു, ഇൻസൈഡ്, ഔട്ട്സൈഡ്, സർഫസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇൻസൈഡിൻ്റെയും ഔട്ട്സൈഡിൻ്റെയും സർഫസിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഡിസ്കസ് ചെയ്തിട്ട് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഇതുപോലത്തെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.